ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആക്ച്വലി നമ്മുടെ വിഷു പർച്ചേസിന്റെ വീഡിയോ ആണ്. വിഷു ഒക്കെ കഴിഞ്ഞ് ഓണം ആവാറായി, അപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സംഭവം സമയം കിട്ടിയിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ കയ്യിലുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയിരുന്നു. ഇന്ന് ഗാലറി ഒക്കെ ക്ലിയർ ചെയ്യുമ്പോഴാണ് കണ്ടത്. ഞങ്ങൾ വിഷു പർച്ചേസിനായിട്ട് നമ്മളെ ഗോകുലം മാളിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല, ചുമ്മാ പോയതായിരുന്നു. പോയ സമയത്ത് പിന്നെ എന്തായാലും പോയതല്ലേ, കുറച്ച് കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ മെയിനായിട്ട് നെസ്റ്റോയിൽ പോയി ഇച്ചിരി സാധനങ്ങൾ വാങ്ങാനായിരുന്നു പോയത്. പിന്നെ കുറേ ദിവസമായിട്ട് പുറത്ത് പോവാതായപ്പം ആ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങനെ പോയതാണ്. പോയപ്പോൾ നല്ല ഭംഗിയായിട്ട് അവിടെ വിഷുവിനായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കണിക്കായിട്ട് മയിലിനെയൊക്കെ വെച്ചിട്ട്, കൃഷ്ണനെ ഞാൻ സാധാരണ കണ്ടിട്ടുള്ള, ഇത് മയിലിനെയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പേര് അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും ഒന്നും നോക്കിയില്ല, അതിന് മുന്നിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്കത് ആ ഭംഗിയുടെ അത്ര തന്നെ നമ്മളെ ഫോണിൽ ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അതിന് മുകളിലൊക്കെ അവരിങ്ങനെ ഫുള്ള് കൊന്ന തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, തോരണമാക്കിയിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോളിൽ പോയപ്പം അവിടെ ഉണ്ട് ഷൂട്ട് ചെയ്യുന്ന സംഭവം. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാച്ചന് ക്രൈസാ. ഞാനും രണ്ടെണ്ണം ഒരു വെടിയൊക്കെ വെച്ച് നോക്കട്ടെ, വെക്കടാ വെടി. അങ്ങനെ അതൊക്കെ എടുത്ത് മൂപ്പര് മൂന്നാല് ട്രൈ ഒക്കെ ചെയ്ത് നോക്കി. പക്ഷെ ഒന്നും അങ്ങ് കറക്റ്റ് ഏറ്റില്ല. അവിടെ മൂന്നാല് പിള്ളേര് ചെയ്യുന്നത് കണ്ടിട്ട് ആവേശത്തിലാണ് കയറിയത്. പിന്നെ അവസാനത്തെ ഒരെണ്ണം മാത്രമാണ് കൊണ്ടത്. അതാണ് എന്റെ വീഡിയോയിൽ കിട്ടിയതുമില്ല. പിന്നെ ഞങ്ങൾ നേരെ മാക്സിൽ പോയി. അവിടുന്ന് കുറേ ഡ്രസ്സൊക്കെ നോക്കി. പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് സെറ്റായിട്ട് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ തന്നെ വേറെ സ്റ്റൈൽ യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് വെറുതെ കയറിയതാ, ഒരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷെ അതിനകത്തുനിന്ന് നല്ല ഡ്രസ്സുകൾ കിട്ടിട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് കോസ്റ്റ്ലി ഡ്രസ്സും ബ്രാൻഡഡ് ഡ്രസ്സും ഒന്നും എടുക്കാറില്ല. എനിക്ക് കണ്ടാൽ ഇഷ്ടമാണെന്നേ ഉള്ളൂ. പിന്നെ ഒരു ഫിറ്റിംഗ്, ഞാൻ കുറച്ച് വണ്ണം ഉള്ളതുകൊണ്ട് ആ ഫിറ്റിംഗ് പ്രോപ്പറായിട്ട് വരണമെന്നേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് പോയപ്പോൾ കുറേ പെൺകുട്ടികളുടെ ഡ്രസ്സ്, ചെറിയ കുട്ടികളുടെ എന്തൊരു ഭംഗിയാണ്. എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര കൊതിയാവും. ഞാൻ എപ്പോൾ കണ്ടാലും പോയി നോക്കും. നല്ല നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ ഉടുപ്പുകൾ, കുട്ടികൾക്ക് ഈ ഒരു ചൂടത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല കോട്ടൺ ഉടുപ്പുകൾ. പക്ഷെ അപ്പം എന്നെ ചാച്ചനെ ഓർമ്മിപ്പിച്ചേടി, നമുക്കൊരു മോനാണല്ലോ ഇങ്ങ് പോരുന്ന്. പിന്നെ നെസ്റ്റോയിൽ പോയി. അപ്പം അവിടുന്ന് കുറെ മിഠായിന്റെ സ്റ്റാൻഡ് കണ്ടാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അതിന്റെ ചുറ്റും കുറെ തരും. എടുക്കൂല, ഇവൻ എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ ഇഷ്ടമാണ്, അപ്പൊ നോക്കൂ. അപ്പൊ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവന്റെ കയ്യിൽ അങ്ങ് എടുത്ത് കൊടുക്കും. എന്നിട്ട് കുറച്ചു നേരം അവൻ കൈ പിടിക്കും. പിന്നെ ആ കൊട്ടയിലേക്ക് ഇടുമ്പോൾ തിരിച്ച് ഞാൻ അവിടെ തന്നെ വെക്കും. സ്ഥിരമായിട്ട് അവനെ പറ്റിക്കാറാ. ചിലൊരു സമയത്ത് ഡ്രസ്സ് ഇവൻ എന്റെ മയത്തിൽ തന്നെ ക്രേസ് ഉണ്ട് കേട്ടോ. ഇവൻ സംഭവം കണ്ടുപിടിക്കും. എന്നിട്ട് ഞങ്ങള് ഇന്ന് വാങ്ങി എന്നൊക്കെ പറയും. ലാസ്റ്റ് തിരിച്ച് ഞങ്ങൾ ആ സ്റ്റാൻഡിന്റെ മുകളിൽ തന്നെ വെച്ചിട്ട് തിരിച്ചു പോരും. അങ്ങനെ കുറെ അവനെ പറ്റിക്കാറുണ്ട്. ഇപ്പം തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളടുത്ത് നിന്ന് കവർ ചെക്ക് ചെയ്ത് നോക്കും, അവൻ നോക്കിയ സാധനം അതിനകത്ത് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നതായിരുന്നു. ഇപ്പം അതിലുള്ള നീർക്കടയിൽ കയറി ഒരു ജ്യൂസൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ വന്ന് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നൊരു പപ്പായ ഉണ്ടായിരുന്നു. ആ പപ്പായയൊക്കെ അതിസാഹസികമായി കട്ട് ചെയ്തു. ഭയങ്കര സംഭവം ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്ന് അച്ഛൻ പറഞ്ഞു, ഞാനൊന്നുകൂടെ കട്ട് ചെയ്യുക, അത് ഞാൻ അതിസാഹസികമായി കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ നീ എടുത്തു. എന്നിട്ട് ആ കട്ട് ചെയ്ത് വെച്ച പപ്പായയുടെ ഉള്ളിൽ കൂടെ കത്തിയിട്ടിട്ട് കട്ട് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തിട്ട് വെച്ചിട്ട് നല്ല വലിയ പപ്പായായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പഴുപ്പൊക്കെ ആയിട്ട് നല്ല പപ്പായ. ഇപ്പം നല്ല പപ്പായ കിട്ടുന്നുണ്ട് കേട്ടോ, കുറേയൊക്കെ നല്ല സീസണാണ്. ഞങ്ങൾ ഈ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സാണ് പൊതുവേ മേടിക്കാറുള്ളത്. അല്ലാത്തതിന് റേറ്റും കൂടുതലായിരിക്കും, ക്വാളിറ്റിയും ഉണ്ടാവില്ല, കേടൊക്കെ ആയിരിക്കും. അങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.